കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അങ്ങനെ നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ. ഇന്നിപ്പോൾ തിരക്കൊക്കെ കുറവാണ്, വളരെ സുഖമാണ്. ഇന്നിപ്പോൾ കടകളൊക്കെ കുറേ അടവാണ്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അങ്ങനെ നമ്മൾ നേരെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നേരെ ആ ഒരാലിനെ പ്രദക്ഷിണം ചെയ്ത് ഗരുഡ വെങ്കല ശില്പമൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോരുന്നു. അങ്ങനെ പോരുമ്പോൾ ആ പുതിയ ഗോപുരത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ആ വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് നേരെ നമ്മൾ വന്നിട്ട് ആ അത്തിമര ഗണപതിയെ തൊഴാനായിട്ട് പോവാം. അവിടെ പോകുമ്പോൾ വളരെ സുഖമാണ്, യാതൊരു തിരക്കുമില്ല. ആകെ ഒന്നോ രണ്ടോ ആളേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സുഖമായിട്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അകത്തേക്ക് വരുമ്പോൾ കൊടിമരത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കിടക്കുന്നതിൻ്റെ അവിടേക്ക് നോക്കിയാൽ ആ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ആ വിഗ്രഹം കാണാം. അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ ആ തൂണ് കാണാം, വലത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. പിന്നെ നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് വളരെ വിശിഷ്ടമായ അലങ്കാരം, എത്ര കണ്ടാലും മതി വരാത്ത അലങ്കാരം. അങ്ങനെ ആ പൊൻവിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, മഹാപ്രഭുവിൻ്റെ വിഗ്രഹത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് പാമ്പിൻ്റെ ആ പുറത്തിങ്ങനെ കിടക്കുന്ന അനന്തശായിയായ അനന്തപത്മനാഭനെയാണ് കേട്ടോ. എന്താ ഒരു രസം. അങ്ങനെ നോക്കുമ്പോൾ ആ അനന്തൻ്റെ വാലിങ്ങനെ ചുരുട്ടി വെച്ച് 2-3 വാല് ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലിങ്ങനെ മഹാവിഷ്ണു പള്ളി കൊള്ളുകയാണ്. എന്താ ഒരു കാഴ്ച. ഉറങ്ങല്ല കേട്ടോ, നമ്മളെ നോക്കിയിട്ട് തന്നെ കിടക്കണത്. അന്ന് എന്തായാലും ഭക്തർക്ക് അനുഗ്രഹിക്കാനായിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ കാണാണ്ട്, പിന്നെ മഞ്ഞ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞിങ്ങനെ ഉടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി ഇങ്ങനെ കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, കിങ്ങിണി ഇങ്ങനെ തൂങ്ങിക്കിടക്കണു. പിന്നെ ഒരു മാങ്ങാമാല കാണാണ്ട്, ഒരു മുല്ലമൊട്ടുമാല കാണാണ്ട്, ഒരു വളയം പോലത്തെ മാല കാണാണ്ട് കഴുത്തിൽ. അങ്ങനെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാനുണ്ട്. അങ്ങനെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു സന്തോഷം. ഭക്തരെ മുഴുവൻ കാണാനായിട്ട് ഇന്നിപ്പോൾ തിരക്കൊന്നുമില്ല, എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ടേ സുഖമായിട്ടുള്ള ആ ഒരു ദർശനം ആവട്ടെ, എന്നെയും കൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കാഴ്ചയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ അങ്ങനെ മുകളിൽ അനന്തൻ്റെ ആ 3 തല ഇങ്ങനെ കാണാണ്ട് കൊട പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കാണാനുണ്ട്. അതേപോലെ ഭഗവാന്റെ അനന്ത പത്മനാഭൻ്റെ പത്മനാഭപ്രഭുവിൻ്റെ പീലി ഇങ്ങനെ കാണാണ്ട്, 3 പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട്, വലത്തെ കയ്യിൽ കൂവളത്തിലുണ്ട്. അതിങ്ങനെ ശിവലിംഗം താഴത്ത് കിടക്കുന്നുണ്ട്. ആ താഴത്ത് ശിവലിംഗം ഉണ്ട്. അപ്പോൾ ആ ശിവലിംഗത്തെ അർച്ചന ചെയ്യുന്ന പോലെയാണ്. വളരെ മനോഹരമായിട്ട് എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും മതി വരാത്ത ആ ഒരു കാഴ്ച. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കളഭച്ചാർത്ത് ഉണ്ടാവാറ്. വളരെ മനോഹരം, അത്രയും പറയാം. എന്തൊരു രസമാണെന്നറിയോ. അങ്ങനെ നോക്കുമ്പോൾ തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയും കൂടി സമം ചേർത്ത പോലെ ഒന്ന്, പിന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിയും കൂടി, അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. പിന്നെ വലിയൊരു ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല എന്ന് വെച്ചാൽ വെളുത്ത പൂവിന് പ്രാധാന്യം. അതിൻ്റെ മുകളിൽ ഓരോ പൊട്ട് പോലെ ഇങ്ങനെ ചെറിയ തെച്ചിപ്പൂവ് ചാർത്തിയിട്ടുണ്ട്. പിന്നെ തുളസി, നല്ല രസമായിട്ട്. പിന്നെ വിധാനമായിട്ടൊരു താമരമാല ഇങ്ങനെ മുകളിൽ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറേ 4-5 തുളസിമാലകളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. എന്ത് രസമാണ് കാണാൻ. കണ്ടാലും മതി വരില്ല. അത്രയ്ക്കും അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ ആ ഒരു രൂപം ദർശനം. അപ്പോൾ നമ്മളെല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് കാണുന്ന കാഴ്ചയാണ് ആ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും മനസ്സിൽ ആ വിഗ്രഹം അങ്ങനെ പ്രതിഷ്ഠിച്ച്, അനന്തശായിയായ അനന്തപത്മനാഭനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വന്ന്
കാണുകയാണ് എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം, അനന്തപത്മനാഭൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും, തീർച്ചയാണത്. കാരണം അത്രയ്ക്ക് മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അതിന് ശേഷം നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുക. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം, പിന്നെ തിരിച്ചിങ്ങനെ നോക്കുമ്പോൾ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കാണാം. കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ നേരെ വരുന്നത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്ത് നല്ല രസമായിട്ടുണ്ട്, എന്നുണ്ട് കേട്ടോ പീലി. അങ്ങനെ നല്ല രസമായിട്ടുള്ള ആ ഒരു അലങ്കാരം അവിടെ ആയി തുടങ്ങി. അപ്പോൾ വളരെ മനോഹരം, നിറയെ ധാരാളം അർച്ചനപ്പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് അവിടെയുണ്ട് 2 മാലകളുണ്ട്. അപ്പോൾ വെളുത്ത പൂവും ഒരു ഇളം റോസ് നിറത്തിലുള്ള പൂവും കൂടി, അങ്ങനെയുള്ള മാലകളാണ്. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയൊക്കെ കാണാം. ചെറിയ ഗണേശനെ ഒന്ന് കണ്ട് തൊട്ട് തലോടിയിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. മത്സ്യത്തിൻ്റെ അവിടെ ഒരു തുളസിമാല ഉണ്ട്. അതേപോലെ വാമനൻ്റെ അവിടെയുണ്ട് ഒരു തുളസിമാല. പിന്നെ ആ മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ് കേട്ടോ. കാവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അപ്പം എന്താ, ഉള്ളിലും പുറത്തും അനന്തപത്മനാഭൻ വളരെ മനോഹരമായിട്ടുള്ള നല്ല രസമായിട്ട്. ഇവിടെ ബ്രഹ്മാവിനൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്, ലക്ഷ്മി ദേവിക്കുണ്ട്, അനന്തന് ഉണ്ട്. നന്നായിട്ടുള്ള ചാർത്തിന് അവിടെയുണ്ട്. മുകളിൽ നിറയെ ചെറിയ തുളസിമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ട്. അപ്പോൾ അവിടെ തൊഴുതോളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണുന്നു. കണ്ണനെ കാണുന്നു, മുരുകനെ കാണുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയ മർദ്ദന രൂപമൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കണം. അതിന് ശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയിട്ട് നമ്മളെ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ താമരക്കണ്ണനെ, ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നീട് കിഴക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഗ്രില്ലിനപ്പുറത്തുള്ള മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിൽ കിടാവൾക്ക് കത്തിരിക്കുന്നുണ്ട്, അത് കണ്ട് തൊഴാം. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ കുറൂരമേനി, നാരദരെയും വസുദേവരൻ, ഉണ്ണീനെ അനന്തൻ്റെ കുട പിടിച്ചിങ്ങനെ വരുന്ന അതൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അങ്ങനെ അവിടെ നിന്നും കുറച്ചൊക്കെ ആളുകളുണ്ട്. അതേപോലെ ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നും തീരെ ആളില്ല കേട്ടോ, ഒരു 4-5 ആൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അവിടെ വന്ന് തൊഴാം. ഭഗവതിയുടെ അവിടെ ഇന്നിങ്ങനെ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. വളരെ അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് കേട്ടോ. അവിടെ ഗുരുവായൂരപ്പൻ നല്ല അനന്തശായിയായിട്ട് ആയപ്പോൾ ഇവിടെയും നന്നായിട്ട് അതായിട്ടുണ്ട്. നല്ല അണിഞ്ഞൊരുങ്ങിയിട്ട് നല്ല രസം, നല്ല സുന്ദരമായ ശാന്തമായ രൂപത്തിൽ ആഹ്ലാദത്തോട് കൂടിയിട്ട് തന്നെയാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിരിക്കുന്നത്.
ധാരാളം പൂക്കൾ കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുണ്ട്, അർച്ചന. അപ്പോൾ എല്ലാവരും ആ അമ്മേനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞു നിന്ന് മമ്മി വീരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മി വീരപ്പനെ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാടും അതേപോലെ മഞ്ചാടിക്കുരു വാരിയിടുന്ന കുറച്ച് ആൾക്കാർ, 2-3 ഉണ്ണികൾ, പിന്നെ നേരെ നെയ്വിളക്ക് കത്തിക്കണത് അത് കുറച്ചേ ഉള്ളൂ. അതേമാതിരി കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഭഗവാന്റെ ശ്രീരകത്തേക്ക് നോക്കി അനന്തപത്മനാഭസ്വാമിയെ ഒന്നുകൂടി കാണാം. കണ്ട് തൊഴുത് നമസ്കരിച്ച് നമ്മൾ നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് കിടാവിളക്ക് കണ്ട് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടെ വരിക, അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. ഇങ്ങനെ അവിടെ വരുമ്പോൾ അവിടെ ഇങ്ങനെ മുഖത്തൊക്കെ ചന്ദനം ഇങ്ങനെ ചാർത്തി വരണു. കിരീടം ആയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മാലകളുണ്ട് ധാരാളം, അർച്ചന അവിടെയും ധാരാളം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ പ്രാർത്ഥിച്ച് പ്രണാമം ചെയ്ത് നമ്മളിങ്ങനെ പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള ആ വേണുഗോപാല വിഗ്രഹം കാണാം. അതേപോലെ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം വരുമ്പോൾ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് നോക്കുമ്പോൾ, പ്രദക്ഷിണം ചെയ്യാൻ നോക്കുമ്പോൾ നടുവിലുള്ള ഉണ്ണിക്കണ്ണനെ കാണാം, കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വന്ന് ആ നാരായണാലയത്തിൽ വന്നാൽ അവിടെ ധാരാളം ആളുകൾ സുഖമായിട്ട് എന്താ പറയുക, മനസ്സമാധാനത്തോട്, വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ നന്നായിട്ട് നാമം ചെല്ലണു. അപ്പോൾ അതൊക്കെ കണ്ട് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത്ത് ഇങ്ങനെ വരാം. പിന്നെ ദേവിയുടെ അവിടെ വന്നിട്ട് അവിടെയും പ്രാർത്ഥിക്കാം. പിന്നെ നേരെ വന്ന് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാനെ കാണാനായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ ആ ദീപപ്രഭ ഇങ്ങനെ കാണാം. അപ്പോൾ ഭഗവാനെ നമ്മൾ കണ്ടത് കാരണം ഒന്നുകൂടി കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ കാണുക. പിന്നെ അവിടുന്ന് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം തെക്കേ നടയിലുള്ള കൂവളമരം. അപ്പോൾ ആ കൂവളമരത്തെ ഒന്ന് തൊഴാനായിട്ട് പ്രാർത്ഥിക്കാം, അവിടെ ചെല്ലാം. അങ്ങനെ ആ കൂവളമരത്തെ പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ സ്മരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ അവരുടെ ഒരു അനുഗ്രഹം കൂടി നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരോമലായില്യത്തിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ ഷീലയുടെ കൊച്ചുമോന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രേമകുമാരിയുടെ തൊണ്ടയിലെ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ട്, രാജഗോപാലൻ പൂരുട്ടാതി മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ട്, പിന്നെ ബിന്ദു ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി, ശ്രീകലയും അനുജത്തിക്കും അസുഖം മാറാൻ വേണ്ടിയിട്ട്, കമല വിട്ടം അസുഖം മാറാൻ വേണ്ടി, രമണിയുടെ മകന് സന്താന സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ദിരാകുമാരിയുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട്, അശ്വിൻ അവിട്ടം വിവാഹത്തിന് വേണ്ടിയിട്ടാണ്, ശരൺ ഭരണി ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, സിന്ധു പുണർദം തീരാധാരം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ്, ബിന്ദു ഗോപിയുടെ ഭർത്താവിൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്, സ്വാതിമാൾ ചോതി രക്ഷത്ത് തിരുവാതിര രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ ശ്രവിക്കുന്ന എല്ലാവരെയും ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ അസുഖങ്ങളും അതേപോലെ എല്ലാതും മാറിയിട്ട് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറിയിട്ട് എന്നും ഗുരുവായൂരപ്പനെ വന്ന് കാണാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക. ഇനിയൊരു ചെറിയ കഥ, ഒരു കാക്കയുടെയും അരണ്യത്തിൻ്റെയും മത്സരകഥയാണ്. അത് മഹാഭാരതത്തിൽ പറയുന്നത്. ആ കഥ എങ്ങനെയാണ്: പണ്ട് വളരെ ധനവാനും സൽക്കർമ്മിയും ദാനശീലനും ധർമ്മിഷ്ഠനുമായ ഒരു വൈശ്യൻ ഉണ്ടായിരുന്നു.
അയാളുടെ പുത്രന്മാരുടെ എച്ചിൽ കഴിച്ചു വന്ന ഒരു കാക്കയും വൈശ്യപുത്രന്മാരുടെ വിവിധ തരം ഭക്ഷണാവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് സുഖിക്കുന്ന കാക്കയ്ക്ക് മറ്റു കാക്കകളെക്കാട്ടിലും പക്ഷികളെയൊക്കെ ഭയങ്കര പുച്ഛായിരുന്നു. ഒരു നാൾ കടൽ തിരയിൽ വന്നിറങ്ങിയ മനോഹരങ്ങളായ അരയന്നങ്ങളെ കണ്ട വൈശ്യപുത്രന്മാർ കാക്കയോട് ചോദിച്ചു, പക്ഷികളിൽ മേലെയുള്ള വിഹകം നീയല്ലേ എന്ന്. എച്ചിൽ തിന്ന് ഗർവ് പൂണ്ട കാക്ക ആ കളിയാക്കൽ സത്യമെന്ന് നനച്ചു. കാക്കയ്ക്കും തോന്നി, ഈ ഹംസങ്ങളെ തന്നെ ഒരു മത്സരത്തിന് ക്ഷണിച്ചാലോ, ഒരു പറക്കൽ മത്സരമാവാം. കാക്ക അരയന്നങ്ങളിൽ മുഖ്യനെ മത്സരത്തിന് വിളിച്ചു. ഗരുഡൻ്റെ ഗതിക്കൊപ്പം പറക്കുന്ന അരയന്നങ്ങൾ അത് കേട്ട് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, മാനസ സരസിലെ അരയന്നങ്ങളായ ഞങ്ങൾക്ക് ഭൂമി ചുറ്റുന്നവരാണ് പക്ഷികളിൽ ദൂരെ പറക്കുന്ന കൂട്ടർ. അങ്ങനെയുള്ള ഞങ്ങളോടൊപ്പം കാക്കയായ നീ പറക്കുന്നത് എങ്ങനെ? കാക്ക പറഞ്ഞു, 101 തരം പറക്കൽ എനിക്കറിയാം. ഓരോന്നും 100 യോജന വീതം, വീഴലും പൊങ്ങലും ഒക്കെയായി പലതരം പറക്കൽ മത്സരം. ഞാൻ ആകാശത്തിലേക്ക് ഇപ്പോഴേ പറക്കാം. നിങ്ങളിൽ ആര് കൂടെ പറക്കും എന്നെ എന്ന് തീർച്ചയാക്കാൻ പറഞ്ഞു. അങ്ങനെ നീ 101 തരം പറക്കുമായിരിക്കാം. മറ്റുള്ള പക്ഷികൾക്കെല്ലാം ഒരു തരം പറക്കലേ ഉള്ളൂ. ഞാൻ നിന്നോട് മത്സരിച്ച് പറക്കാം. നിൻ്റെ ഇഷ്ടപ്രകാരം നീ പറക്കുക എന്ന് അരയന്നവും പറഞ്ഞു. അങ്ങനെ അരയന്നവും കാക്കയും മത്സരിച്ച് പറക്കാൻ തുടങ്ങി. കാക്കയിലെ വിഡ്ഢിത്തം കണ്ട് മറ്റു കാക്കകൾ പരിഹസിച്ച് ആർത്ത് വിളിച്ചു. ഹംസം ആഴിയുടെ മുകളിൽ കൂടി പറന്നു തുടങ്ങി. കാക്കയും അതിൻ്റെ ആ ഒരു മുന്നാലെ അനുഗമിച്ചു. കുറച്ചു നേരം പറന്നപ്പോഴേക്കും കാക്ക ക്ഷീണിതനായി. എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കാൻ കൊതിച്ചു. പക്ഷേ എവിടെയും സ്ഥലമില്ല, ദ്വീപുമില്ല, മരങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് കാണാതെ തളർന്നു. മുമ്പിൽ കടന്ന ഹംസം തന്നെ കടന്നു പോകാൻ കാക്കയ്ക്കാകില്ല എന്ന് കണ്ടു. ഹംസത്തിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പലതരത്തിൽ പറക്കുമെന്ന് പറഞ്ഞ നീ ഇതെന്ത് പറക്കലാണ് ചെയ്യുന്നത്? ചിറകുകളും കൊക്കുകളും വെള്ളത്തിൽ മുട്ടുന്നുവല്ലോ. വേഗം വരൂ, നിന്നെ ഞാൻ കാത്തു നിൽക്കാം. വെള്ളത്തിൽ അല്പം വിശ്രമം പോലും കിട്ടാതെ പറന്ന് തളർന്ന കാക്ക പറഞ്ഞു, ഹംസമേ, നീ എന്നെ കര കയറ്റണേ. 101 മാതിരി പറക്കുമെന്ന് നീ ആത്മപ്രശംസ ചെയ്തതല്ലേ? അപ്പോൾ നീ എന്നേക്കാളും മേലെയാണ്. എങ്ങനെയാണ് നീ തളർന്ന് കടലിൽ വീണ് പോയത്? ഉച്ഛിഷ്ടം തിന്ന് ഗർവ് കയറിയ ഞാൻ ഗരുഡന് തുല്യനെന്ന് നനച്ചു. കാക്കകളെയും മറ്റു പക്ഷികളെയൊക്കെ നിന്ദിച്ചു. നീ എന്നെ രക്ഷിക്കണം. ഇനി ഞാൻ ആരെയും നിന്ദിക്കില്ല. കാ എന്ന് കരഞ്ഞ് വെള്ളത്തിൽ മുങ്ങി വിറയ്ക്കുന്ന കാക്കയെ ദയ തോന്നിയ അരയന്നം കൊക്കിലെടുത്ത് കരയിലെത്തിച്ചു. എച്ചിൽ തിന്ന് തടിച്ച കാക്കയുടെ അഹങ്കാരവും മറ്റുള്ളവരെ നിന്ദിക്കുന്ന ശീലവും അതോടെ തീർന്നു. ഇത് മഹാഭാരതം കർണപർവത്തിൽ ശല്യൻ കർണനോട് പറയുന്ന കഥയാണ്. ആ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ കഥ നമുക്കിനി ബാക്കി നാളെ നോക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കഥയൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ അതൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ എത്തട്ടെ. എല്ലാവർക്കും തൊഴാൻ കഴിയട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.